ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തിക മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാം ആകാൻ വേണ്ടി ഉറച്ച തീരുമാനത്തോടെയാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരുടെ അരികെ നല്ല സ്നേഹം നടിച്ച് നിൽക്കുകയാണ് അവന്തിക. എന്നാൽ അഭിയുടെയും ജലജയുടെ അരികെ മാത്രം ചെറിയൊരു നീരസമൊക്കെ അവൾ കാണിക്കുന്നുണ്ട്. അന്നേരം ജലജയും അഭിയൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല അവന്തിക, നിനക്കിതെന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ മാറിപ്പോയി? വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും ഒരാളുടെ സ്വഭാവം ഇങ്ങനെ അങ്ങ് മാറുമോ? നമ്മൾ മൂന്നുപേരും ഒന്നാണെന്നാണ് ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ള നീ തിരികെ വന്ന ഞങ്ങളുടെ ഒപ്പം വേണ്ടേ നിൽക്കാൻ? എന്നാൽ നീ ഞങ്ങളെയെല്ലാം ഒരു ശത്രുക്കളെ പോലെ കണ്ടിട്ട് ഇവിടെയുള്ള മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണോ നീ ചെയ്യേണ്ടത്? എന്നൊക്കെയുള്ള ജലജയുടെ ചോദ്യം കേട്ട് അവന്തിക പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെയും ഏട്ടൻ്റെയും കൂടെ നിൽക്കണോ? അമ്മയും ഏട്ടനും ഒക്കെ ചെയ്യുന്നത് പോലെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും വീർപ്പിക്കണമെന്നാണോ അമ്മ പറയുന്നത്? എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പണത്തിനോടും സ്വർണത്തിനോടും ഒന്നുള്ള ആർത്തിയൊന്നും ഇല്ല അമ്മേ. ഒരു കണക്കിന് പറഞ്ഞ അയർലൻഡിൽ പഠിച്ചതിനുള്ള ഗുണമാണിത്. ഒരുപാട് കാര്യങ്ങളും ജീവിതമൊക്കെ ഞാൻ അവിടെ വെച്ച് പഠിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചത്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിന്റെ തീരുമാനം? ഞങ്ങൾക്കെതിരെ തന്നെ നിൽക്കാനാണോ? ഇവിടെയുള്ള ശത്രുക്കളെ സോപ്പിട്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ മുത്തശ്ശനോട് നിർബന്ധിച്ച് അമ്മ വളരെ ഗംഭീരമായിട്ട് തന്നെ നിന്റെ വിവാഹം നടത്തും. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിന് ഇപ്പോഴൊന്നും എനിക്ക് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഏട്ടാ. അവിടുത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. കുറച്ച് നാൾ ഇവിടെ നിൽക്കണം, അടിച്ചു പൊളിക്കണം, ജോലി ചെയ്യണം. അതിനൊക്കെ ശേഷം മതി എൻ്റെ വിവാഹം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഉടനെ ചെല്ല്, നിന്നെ ഇവിടെ എല്ലാവരും അംഗീകരിക്കും. മുത്തശ്ശൻ നിന്നെ ജ്വല്ലറിയുടെ പടിയെ ചവിട്ടാനെങ്കിലും സമ്മതിച്ച ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ അഭി കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിന് ഏട്ടൻ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. മുത്തശ്ശൻ എന്നോട് വാക്ക് തന്നിട്ടുണ്ട്, ആദർശേട്ടന് തന്നെ ട്രെയിനിയായിട്ട് എന്നെ കയറ്റാമെന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനും എനിക്ക് തന്നിട്ടുമുണ്ട്. അതുപോലെ ആദർശേട്ടൻ്റെ കൂടെ നിന്ന് എല്ലാം പഠിച്ചെടുക്കണമെന്നാണ് മുത്തശ്ശൻ എൻ്റെ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ എൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ 1-2 ജ്വല്ലറി എനിക്ക് നോക്കാൻ തന്നെ തരുമെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇതേപോലെ എനിക്കും ഒരു ജ്വല്ലറിയുടെ ബ്രാഞ്ചൊക്കെ തന്നതാണ്. പക്ഷേ അത് അതേപോലെ തന്നെ അവരെന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അവന്തിക പറയാണ്, അത് ഏട്ടൻ്റെ സ്വഭാവം കൊണ്ടല്ലേ. അങ്ങനെയൊന്നും ചെയ്യാതെ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ആരെയും പുറത്താക്കാനൊന്നും പോകുന്നില്ല. ഏട്ടൻ്റെ സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ട് മുത്തശ്ശനും ആദർശേട്ടനും കൂടി ഏട്ടനെ പുറത്താക്കി. അതുപോലെയല്ല ഞാൻ, അവർക്ക് എന്നും വിശ്വസ്തതയായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്കും അഭിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച അവൾ പോലും എന്താ ഇങ്ങനെ കളമാറ്റി ചവിട്ടുന്നതെന്ന് അവർക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവന്തിക മുത്തശ്ശനെ ചുറ്റിപ്പറ്റി ജ്വല്ലറിയിൽ കയറിപ്പറ്റുന്നുണ്ട്. നീ എങ്ങനെയെങ്കിലും ആദർശേട്ടനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അവിടെ എങ്ങനെയെങ്കിലും കയർ കൂടണം എന്നുള്ള ഒറ്റ ചിന്താഗതിയിലാണ് അവന്തിക ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ തലപ്പത്ത് ഇരുന്നു കൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ അധപ്പതനം കൺമുന്നിൽ കാണുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും പറ്റുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ AM ജ്വല്ലറി 1ാം സ്ഥാനം കൊണ്ടുവരാൻ സാധിക്കൂ. ഇതേ സമയത്താണ് മൂർത്തീസ് ജ്വല്ലറിക്ക് നല്ലൊരു കമ്പനിയുടെ ഓഫർ കിട്ടുന്നത്. അതും പ്രത്യേകിച്ച് നയനയുടെ ഡിസൈനിങ്ങിനാണ് വരുന്നത്. ഒരു അമ്പലത്തിലെ കിരീടവും അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളും ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് അവർക്ക് ആ ഓർഡർ ലഭിക്കുന്നത്. ഈ ഒരു ഓർഡർ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ അത് പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ മുന്നിലെ വലിയൊരു കടമ്പയായി മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ഈ സമയത്ത് പോലും നയന ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കേണ്ടി വന്നു. അതിന് ധാരാളം ഡിസൈനുകൾ വരയ്ക്കുകയും പല മോഡലുകളും അവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ജ്വല്ലറിയിൽ അടുത്ത സെക്ഷനിലേക്ക് പണി കഴിപ്പിച്ച് കൊണ്ടുവരാനായി അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗർഭിണിയായ നയനയുടെ കഠിന പ്രയത്നം കൊണ്ടും ജ്വല്ലറിക്കാരുടെ അതേപോലെയുള്ള ശ്രദ്ധയോടു കൂടിയുള്ള പണിയും കൊണ്ടും ആ ജ്വല്ലറി അതിമനോഹരമായി തന്നെ പണിത് പൂർത്തിയാക്കി. അങ്ങനെ അത് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നയന തന്നെയാണ് അത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നയന ഇത് പൂട്ടുന്നതും താക്കോല് വെക്കുന്നതുമൊക്കെ അവന്തിക വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ടെൻഡർ AM ജ്വല്ലറിക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് അവന്തിക ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ല. എന്നാൽ കറക്റ്റ് സമയത്ത് ഈ ആഭരണങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിക്കരുത്.
കമ്മിറ്റിക്കാർ സാധനം വാങ്ങാനായി വരുമ്പോൾ അത് കൊടുക്കാൻ അവർ കയ്യിൽ സാധനം ഉണ്ടാവരുത് എന്നൊരു വാശിയിലായിരുന്നു അവന്തിക. അതിനു വേണ്ടിയിട്ടാണ് അവന്തിക നയനെ അത് വെക്കുന്നതെല്ലാം ശ്രദ്ധയോടെ നോക്കി നിന്നത്. എന്തായാലും അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ഈ സാധനം എടുക്കാൻ വരുമ്പോൾ അതവിടെ കാണരുത്. അത് കാണാതെ വരുന്നതോടുകൂടി അവർക്ക് സമയത്ത് പൂജ നടത്താനും അവരുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താൻ പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അവർ മൂർത്തി ജ്വല്ലറിക്കെതിരെ കേസ് കൊടുക്കും. അതോടുകൂടി മൂർത്തി ജ്വല്ലറിക്ക് ഇപ്പോൾ ഉള്ള ഇമേജ് ഇല്ലെന്നാകും. ആ ഒരു വഴിയിലൂടെ മൂർത്തി ജ്വല്ലറി തകർക്കുക എന്നതാണ് അവന്തികയുടെ ആ ഒരു ലക്ഷ്യമായി കാണുന്നത്. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വള്ളി തെറ്റാതെ തന്നെ അവന്തിക അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, അച്ഛ ഇതേപോലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലിയറാക്കി ലോക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുമെന്ന് തോന്നില്ല. കറക്റ്റ് സമയത്ത് തന്നെ അവരതിനെ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. എങ്ങനെയെങ്കിലും ആ സാധനം അവിടെ നിന്ന് മോൾ അടിച്ചു മാറ്റണം. അതവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവർക്ക് നാളെ എല്ലാവരുടെയും മുന്നിൽ അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ മൂർത്തി ജ്വല്ലറിയുടെ പതനം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അത് എങ്ങനെ അവിടെ നിന്ന് എടുക്കുമെന്ന് അച്ഛൻ പറയുന്നത്? അതവർ ലോക്കറിൽ സേഫായി വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോൾ അത് ശ്രദ്ധിച്ചില്ലേ? അവരത് പൂട്ടിയിട്ട് ആ താക്കോൽ എവിടെ വെച്ചതെന്നൊന്നും. എൻ്റെ അച്ഛ, ഞാനത് അപ്പോഴത്തെ ഇതിൽ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പൂട്ടുന്നത് കണ്ടിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെയെങ്കിലും മോളത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പദ്ധതിയും നടക്കില്ല. അപ്പോൾ അവന്തൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അച്ഛ. നയനേച്ചിയുടെ കയ്യിലാണ് ആ ലോക്കർ പൂട്ടിയ താക്കോൽ വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. അതെന്തായാലും ചേച്ചിയുടെ റൂമിൽ തന്നെ കാണുമായിരിക്കും. അങ്ങനെ അവന്തിക നയനയുടെ റൂമിൽ കയറി തപ്പി ആ ലോക്കറിൻ്റെ കീ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ആരും ഇല്ലാത്ത സമയത്ത് CCTV ഒക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ആഭരണങ്ങളും അതുപോലെ ആ കിരീടവും അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. അത് മാറ്റി ആരും കാണാതെ പഴയ പടി തന്നെ ആ സേഫ് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ താക്കോല് ഇരുന്ന സ്ഥലത്ത് നയനയുടെ റൂമിൽ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ്റെ ആൾക്കാർ വന്ന് ആ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ്റെ ആൾക്കാർ ആ കിരീടവും ആഭരണങ്ങളും കൊണ്ട് നാഗേന്ദ്രനെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ നാഗേന്ദ്രന് വളരെ അത്ഭുതം തോന്നും. അവൻ പറയും, ഓ എന്തൊരു ഭംഗിയാണിത്. എന്തൊക്കെ പറഞ്ഞാലും നയനാസ് കളക്ഷൻസ് വളരെ അത്ഭുതകരമായിട്ട് തന്നെ ഇരിക്കുന്നു. ആ കുട്ടിയുടെ കഴിവിനെ പറയാതിരിക്കാൻ പറ്റില്ല. വെറുതെയല്ല എല്ലാവരും ആ ഒരു ജ്വല്ലറിയിലേക്ക് ഈ ഒരു ഡിസൈനിങ്ങിന് വേണ്ടി തന്നെ ചെല്ലുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ അമ്പല കമ്മിറ്റിക്കാർ അവിടേക്ക് എത്തും. ലോക്കറിൽ സാധനമില്ലെന്ന് അറിയുമ്പോൾ തന്നെ അവർ പകുതി തളർന്നു പൊക്കോളും. കറക്റ്റ് സമയത്ത് അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ തന്നെ മൂർത്തി ജ്വല്ലറിയുടെ അടിത്തറ തന്നെ ഇളകും. അമ്പലത്തിൽ പ്രതിഷ്ഠയുടെ സമയത്ത് പൂജയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കിരീടവും ആഭരണങ്ങളും കിട്ടാതെ വരുമ്പോഴത്തേക്കിനും ഭക്തജനങ്ങളും മൊത്തത്തിൽ അടിപടലം ഇളകും. അതോടുകൂടി മൂർത്തി ജ്വല്ലറിയുടെ മേൽ കേസ് വരും. അതോടുകൂടി നഷ്ടപരിഹാരം കോടികൾ കൊടുക്കേണ്ടി വരും. ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലും അവർക്കെതിരെ കേസ് എടുക്കും. അതോടുകൂടി അധപ്പതനം ഉറപ്പായി. ഇപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിൽ പോലും മൂർത്തി ജ്വല്ലറി നിലംപതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡേവിഡും അത് ശരിയൊക്കെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരിയാണ്, ആദർശ് MD ആയി കയറിയതിനു ശേഷം നല്ല രീതിയിൽ ഷെയർ മാർക്കറ്റിൽ എല്ലാം മൊത്തത്തിൽ മൂർത്തി ജ്വല്ലറിക്ക് നല്ല ഉയർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ആദർശിൻ്റെ കഴിവുകളിൽ എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അനന്തമൂർത്തി ആണെങ്കിൽ പോലും ആദർശ് കൊച്ചുമകനായതിൻ്റെ പേരിലാണ് ഇപ്പോഴത്രയും സഹിച്ചും ക്ഷമിച്ചും അവിടെ ഇരുത്തിയിരിക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ചവിട്ടി പുറത്താക്കിയേനെ. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. മൂർത്തി ജ്വല്ലറിയെ പറ്റി എനിക്കറിയാവുന്ന അത്രയും മറ്റാർക്കും അറിയില്ല. അനുഭവിച്ചവനാണ് ഞാൻ അതൊക്കെ. എന്തായാലും ഇതിപ്പം ദൈവത്തിൻ്റെ മുതലാണ്. ദൈവകോപം ഉണ്ടാകാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ആദർശും നയനയും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ആഭരണങ്ങൾ കൈമാറുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടി മുത്തച്ഛൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം ദൈവാനുഗ്രഹം പോലെ തന്നെ സംഭവിക്കും.
ഇത്രയും നാളത്തെ നമ്മുടെ പ്രതീക്ഷയാണിത്, നല്ലതുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നുണ്ട്. ഈ സമയത്ത് അവന്തികയും അവരോടൊപ്പം വരുന്നുണ്ട്. അവൾക്കും നടക്കാൻ പോകുന്ന കളികളൊക്കെ കാണണമല്ലോ, അതുകൊണ്ട് ആദർശിൻ്റെയും നയനയുടെയും കൂടെ അവന്തികയും വരുന്നുണ്ട്. അങ്ങനെ അവർ ജുവലറിയിലേക്ക് എത്തി. ഈ സമയത്ത് അവന്തിക അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, സീനുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു, ഞങ്ങളിത് ജുവലറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അമ്പലത്തിലുള്ള ആൾക്കാർ ആഘോഷപൂർവ്വം ആഭരണങ്ങൾ എടുക്കാനായി ജ്വല്ലറിയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ നയനയും ആദർശം കൂടി ആ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആഭരണങ്ങളൊന്നും തന്നെ കണ്ടില്ല. ഇത് കണ്ടപ്പോൾ അവർക്ക് ആകപ്പാട് സഹിക്കാൻ വയ്യാത്ത ഞെട്ടലായിപ്പോയി. ഇന്നലെ അതിൻ്റെ പൂർണ്ണ ടച്ചിങ് എല്ലാം പൂർത്തിയാക്കി നല്ല ക്ലിയർ ചെയ്ത് അത് ലോക്കറിൽ വെച്ച് പൂട്ടിയതാണ്. ഇവിടെ വന്ന് അതാരെടുക്കാനാണ്? അവർ ആകപ്പാട് ടെൻഷനിലായി. ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ നയന ചെയ്യുന്നത്? ഇന്നലെ നമ്മൾ എല്ലാം പൂർത്തിയാക്കി ഇവിടെ വെച്ചിട്ട് പോയതല്ലേ, ഇതിനോടിടയ്ക്ക് ആര് വന്ന് എടുക്കാനാണ്? നയനയും ആകെ തളർന്നിരിക്കുമായിരുന്നു. ഈ സമയത്ത് ആദർശ് അവിടെയുള്ള സ്റ്റാഫിനെ എല്ലാം അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ആർക്കും തന്നെ ഒരറിവുമില്ല. സെക്യൂരിറ്റിയോടും ചോദിക്കുന്നുണ്ട്, അയാൾക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. അപ്പോൾ തന്നെ ആദർശിന് മനസ്സിലായി, ആരോ കൂടെ നിന്ന് ഒറ്റുന്നുണ്ട്. കൂടെ നിന്ന് തന്നെ ചതിക്കുന്ന ആരോ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ള വിവരം ആദർശിന് മനസ്സിലായി. ഈ സമയത്ത് അവരെ കൂടെ നിന്ന് അവന്തിക ആകപ്പാട് സങ്കടമൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രത്യാശയായിരുന്നു അവളുടെ ഉള്ളിൽ. ഇതേസമയം ക്ഷേത്ര കമ്മിറ്റിക്കാർ അവരുടെ സാധനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട്. നഷ്ടപരിഹാരമൊക്കെ അവർ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ കേസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പത്രവാർത്തയാവുകയും വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് ആകപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ് നിനക്ക് സംഭവിച്ചത്? ഇങ്ങനെയാണോ? ഇത്രയും ഉത്തരവാദിത്വമില്ലാതാണോ നീ ഒരു കാര്യം ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശിൻ്റെ അരികെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. CCTV എല്ലാം ഓഫ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശനും അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആദർശ് അഭിയാണ് സംശയിക്കുന്നത്. ഇനി അഭിയാണോ ഇത് ചെയ്തതെന്ന് ആദർശ് ഇങ്ങനെ സംശയിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, അവനാകാൻ ഒരു ചാൻസുമില്ല. കാരണം അവൻ ഈ ഒരു അവസരത്തിൽ നേരിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊക്കെ കണ്ട് നയനയും സങ്കടത്തോടു കൂടി മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് തൽക്കാലത്തേക്കിന് ആദർശ് സ്ഥാനമൊഴിഞ്ഞു നിൽക്കട്ടെ. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് അവന്തിക വരട്ടെ. കുറച്ചുനാൾ അവൾ ഈ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോയി നോക്കട്ടെ. ഇത് കേട്ടപ്പോൾ തന്നെ ആദർശിൻ്റെ നയനയുടെ കിളി പോയതുപോലെയായി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അവന്തിക അങ്ങ് അയർലൻഡിലൊക്കെ പഠിച്ചതല്ലേ, അതുകൊണ്ട് തൽക്കാലം കുറച്ച് നാളത്തേക്കിന് ജ്വല്ലറി അവൾ കൈകാര്യം ചെയ്യട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദർശിന് ആകപ്പാടെ ഇത് വല്ലാത്തൊരു സങ്കടമാകുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അവൻ സമ്മതം മൂളുന്നുണ്ട്. ജലജയ്ക്കും അഭിക്കും ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അവൾ പറഞ്ഞതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്തികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവൾ ഈ സന്തോഷം നാഗേന്ദ്രനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവന്തിക നാഗേന്ദ്രനെ വിളിച്ച് അടുത്ത പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി, എങ്ങനെ മൂർത്തി ജ്വല്ലറിയെ തകർക്കാമെന്നുള്ള അടുത്ത പ്ലാൻ ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ നേരിട്ട് കേൾക്കുകയാണ്. അവന്തിക നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അല്ലേ അച്ഛാ, അന്ന് നമ്മൾ ആ സ്വർണം അവിടുന്ന് മാറ്റിയത് കൊണ്ടല്ലേ ജ്വല്ലറിയിൽ എനിക്ക് തലപ്പത്ത് വരാൻ സാധിച്ചത്. ഇനി ഇതിൻ്റെ അടിത്തറ ഓരോന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടേ? അതിനുവേണ്ടി അടുത്ത പ്ലാൻ എന്താണ് എന്നൊക്കെയാണ് അവന്തിക നാഗേന്ദ്രനോട് ചോദിക്കുന്നത്. ഇത് കേട്ട് ആകെപ്പാടെ കിളിപ്പാറി നിൽക്കുകയാണ് മുത്തശ്ശന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. വെറുതെ ആദർശിനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അത് മോഷ്ടിച്ചത് ഇവളാണെന്ന് മുത്തശ്ശനപ്പോൾ മനസ്സിലാകുകയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മുത്തശ്ശൻ അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ള ത്രില്ലിംഗ് എപ്പിസോഡ് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.